മറ്റൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. കാസർഗോഡ് മൊക്രാൽ പെർവാഡിൽ അകപ്പെട്ട യുവാവ് മരിച്ചു എന്നാണ്. അപകടത്തിൽപ്പെട്ട് യുവാവ് മരിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചികിത്സയിലെ അശ്രദ്ധ എന്നതാണ് ആരോപണം ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് മൊക്രാൽ പെർവാഡിൽ അപകടത്തിൽപ്പെട്ട യുവാവ് മരിച്ചിരിക്കുന്നു. ചികിത്സയിലെ അശ്രദ്ധ എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ആരോപണം. കുമ്പള സഹകരണ ആശുപത്രിക്ക് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. അരിക്കാടി സ്വദേശി ഹരീഷാണ് മരിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, എന്താണ് ശരിക്കും സംഭവിച്ചത്? കാസർഗോഡാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് പെർവാഡിൽ അപകടത്തിൽപ്പെട്ട യുവാവ് മരിച്ചിരിക്കുന്നു. അരിക്കാടി സ്വദേശി ഹരീഷാണ് മരിച്ചിരിക്കുന്നത്. ചികിത്സയിലെ അശ്രദ്ധ എന്നതാണ് നിലവിൽ വന്നിരിക്കുന്ന ഒരു ആരോപണം. കുമ്പള സഹകരണ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. അരിക്കാട് സ്വദേശി ഹരീഷാണ് മരിച്ചത്. പെർവാഡിൽ അപകടത്തിൽപ്പെട്ട യുവാവ് മരിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, എന്താണ് ശരിക്കും സംഭവിച്ചത്? രേണുക, ഇന്നലെ രാത്രിയാണ് ഈ പേർവാടിൽ ഈ അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ട ആരിക്കാട് സ്വദേശി ഹരീഷിനെ ഈ കുമ്പളയിലെ ഹോസ്പിറ്റലിൽ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു. ആ ഘട്ടത്തിൽ ഈ വീട്ടുകാരും ഈ ആശുപത്രിയിൽ കൊണ്ടുവന്ന ആളുകളും സുഹൃത്തുക്കളടക്കം ഡോക്ടർമാരോട് ചോദിച്ചാണ് എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാണ്. അപ്പോൾ പറഞ്ഞു ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല, പരിക്കൊന്നുമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ആശുപത്രിയിൽ തന്നെ ഇവർ ചികിത്സയിൽ തുടർന്നത്. ഇവർ ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ് മംഗലാപുരത്ത് ആവശ്യമെങ്കിൽ മംഗലാപുരത്തെ അത്യാധുനിക സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഡോക്ടർമാർ അതിന് തയ്യാറായില്ല എന്നാണ് ഈ സുഹൃത്തുക്കളടക്കം ആരോപിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെയോടെ ഈ ഹരീഷിന്റെ മരണം സംഭവിക്കുകയായിരുന്നു. കുമ്പള ആരിക്കാടി സ്വദേശിയാണ് ഈ ഹരീഷ്. 37 വയസ്സാണ് പ്രായം. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ പെർവാടിൽ വെച്ച് ഈ അപകടമുണ്ടായത്. കാറും ഈ ബൈക്കും കൂട്ടിയിടിച്ചാണ് ഈ അപകടമുണ്ടായത്. ഈ BJPയുടെ ഒരു സജീവ പ്രവർത്തകൻ കൂടിയാണ് ഈ ഹരീഷ്. എന്തായാലും ആശുപത്രിയുടെ മുമ്പിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇത്തരത്തിൽ ഇവർ ആരോപിക്കുന്ന കാര്യം ഡോക്ടർമാരുടെ ഒരു അശ്രദ്ധയാണ് ഈ അപകടത്തിലേക്ക് ഈ മരണത്തിലേക്ക് നയിച്ചെന്നാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത്. എന്തായാലും ഇപ്പോഴും മൃതദേഹം ഇപ്പോഴും ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും BJP നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. പ്രതിഷേധം കനക്കുകയാണ്. കനത്ത പോലീസ് സുരക്ഷയും ഈ ആശുപത്രിക്ക് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ യുവാവിന്റെ മരണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ആശുപത്രിക്ക് മുൻപിൽ കനക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രേണുക. ശരി ജോസഫ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.